നോൺ കോഡേറ്റ്സ് വേഴ്സസ് കോഡേറ്റ്സ്. ഈ സെഷനിൽ നോൺ കോഡേറ്റ്സും കോഡേറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ആനിമൽ കിങ്ഡത്തെ രണ്ട് മേജർ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ആനിമൽ കിങ്ഡം or kingdom Animalia is divided into two major categories of animals. They are non-codates and codates. എന്താണ് നോൺ കോഡേറ്റ്സ്, എന്താണ് കോഡേറ്റ്സ് എന്ന് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ആദ്യമേ തന്നെ കോഡേറ്റ്സിൻ്റെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് കോഡേറ്റ്സിൻ്റെ എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ഡയഗ്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ജനറൽ ബോഡി പ്ലാൻ ഓഫ് കോഡേറ്റ്സ്. ഇതിനകത്ത് ലേബൽ ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഉള്ള ഓർഗാനിസംസിനെ നമ്മൾ കോഡേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും, ഇല്ലാത്ത ഓർഗാനിസത്തിനെ നോൺ കോഡേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡേറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വൺ ബൈ വൺ ആയിട്ട് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറിയാണ് നോട്ടോകോഡ്. ഈ നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ ഡോർസൽ ബോഡി സൈഡിലുള്ള ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. കാർട്ടിലേജ് പോലെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ബോഡിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് നോട്ടോകോഡ്. ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നോട്ടോകോഡോ അതുപോലെ നോട്ടോകോഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഏതെങ്കിലും സ്ട്രക്ചേഴ്സോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസത്തെ കോഡേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ചില ഓർഗാനിസത്തിന്, ചില കോഡേറ്റ്സ് എന്ന് പറയുന്ന കോഡേറ്റ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസത്തിന് എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ ഈ നോട്ടോകോഡ് കാണത്തുള്ളൂ, അഡൽട്ട് സ്റ്റേജിൽ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആസച്ച് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതിനു പകരം വേറെ മോഡിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള നമ്മളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ മാമൽസ് എന്ന് പറയുന്ന കാറ്റഗറി എല്ലാം വെർട്ടിബ്രേറ്റ്സ് ആണ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകത നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ അവരുടെ ലൈഫ് സൈക്കിളിൽ ഒരു സ്റ്റേജിലും വരുന്നില്ല. അതിന് പകരം വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്ന നോട്ടോകോഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു സ്ട്രക്ചറാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ലൈഫ് സൈക്കിളിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. എംബ്രിയോണിക് സ്റ്റേജിലോ അല്ലെങ്കിൽ അഡൽട്ട് സ്റ്റേജിലോ ആസച്ച് ഉണ്ടാകാം, അല്ലെങ്കിൽ ആ നോട്ടോകോഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത മോഡിഫൈഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസത്തെ കോഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഫീച്ചറാണ് ഡോർസൽ ഹോളോ നെർവ് കോഡ്. അതായത് നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ തൊട്ട് മുകളിലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡോർസൽ ഹോളോ നെർവ് കോഡ്, അതും കോഡേറ്റ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നെർവ് കോഡ് ഉണ്ട്, ആ നെർവ് കോഡ് എന്താണ്? ഹോളോ ആണ്. പിന്നെയുള്ളതാണ് ഫാരിഞ്ചൽ റീജിയണിൽ ഉള്ള പെർഫറേഷൻസ്. ഗിൽസിന് വേണ്ടിയിട്ടുള്ള പെർഫറേഷൻസ് ആണ് ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയും. ഈ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് എംബ്രിയോണിക് സ്റ്റേജിലോ അഡൽട്ട് സ്റ്റേജിലോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസത്തെ നമുക്ക് കോഡേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, നമുക്കിത് അഡൽട്ട് സ്റ്റേജിലില്ല, പക്ഷേ എംബ്രിയോണിക് സ്റ്റേജിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇനിയുള്ളത് പോസ്റ്റ് ഏനൽ ടെയിലാണ്. അപ്പോൾ ഇത് എംബ്രിയോണിക് സ്റ്റേജിലോ അഡൽട്ട് സ്റ്റേജിലോ അല്ലെങ്കിൽ രണ്ട് ലൈഫ് സൈക്കിളിൻ്റെ ഡെവലപ്മെൻ്റൽ സ്റ്റേജസിൽ രണ്ടിലും വരുന്ന കണ്ടീഷൻസിനും എന്താണ്, ആ ഓർഗാനിസത്തെ നമുക്ക് കോഡേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് കോഡേറ്റ്സിൻ്റെ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ്. നോട്ടോകോഡ്, ദെൻ ഡോർസൽ ഹോളോ നെർവ് കോഡ്, ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്, പോസ്റ്റ് ഏനൽ ടെയിൽ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ലൈഫ് സൈക്കിളിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നാൽ മതി. ചില പ്രിമിറ്റീവ് ആയിട്ടുള്ള കോഡേറ്റ്സിൽ ഇത് എംബ്രിയോണിക് സ്റ്റേജിലും കാണും, അഡൽട്ടിലും കാണും. ഇനി അഡ്വാൻസ് ആയിട്ടുള്ള കോഡേറ്റ്സിൽ ഈ ഫീച്ചേഴ്സൊക്കെ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ കാണത്തുള്ളൂ. അഡൽട്ട് സ്റ്റേജിൽ അത് വേറെ സ്ട്രക്ചേഴ്സൊക്കെ ആയിട്ട്
മോഡിഫൈഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സിൻ്റെ ബേസ് ചെയ്ത് കോഡേറ്റ്സിൻ്റെ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് എന്താണ് നോൺ കോഡേറ്റ്സ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവയ്ക്ക് എന്ത് കാണില്ല? നോട്ടോ കോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണത്തില്ല. ദേ ആർ ഓർഗാനിസംസ് ഹാവിങ് നോ നോട്ടോ കോഡ്, ആബ്സെൻസ് ഓഫ് നോട്ടോ കോഡ്. അതുപോലെ തന്നെ ഫാരിഞ്ചൽ ഗിൽസ്ലിറ്റ്സ് ഉണ്ടാവത്തില്ല. നെർവ് കോഡ് ഉണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പുകൾക്കും നെർവ് കോഡ് ഉണ്ടാവത്തില്ല. നെർവ് കോഡ് ഉണ്ടെങ്കിൽ അത് ഡബിൾ ആയിരിക്കും. അതുപോലെ തന്നെ വെൻട്രൽ സൈഡിലായിരിക്കും വരുന്നത്, സോളിഡ് ആണ്. അപ്പോൾ കോഡേറ്റ്സിൻ്റെ ആ ഫീച്ചർ നോക്കുക. കോഡേറ്റ്സിനകത്തുള്ള നെർവ് കോഡ് എന്ന് പറയുന്നത് അത് ഡോർസൽ സൈഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അത് ഹോളോ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, നോട്ടോ കോഡ് കാണില്ല, ഫാരിഞ്ചൽ ഗിൽസ്ലിറ്റ്സ് ആബ്സെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നെർവ് കോഡ് ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണം ഉണ്ടായിരിക്കും, വെൻട്രൽ സൈഡിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഹോളോ ആയിരിക്കില്ല, സോളിഡ് ആയിരിക്കും. ഇനി ഹാർട്ട് ഉണ്ടെങ്കിൽ അത് ഡോർസൽ പൊസിഷനിൽ ആയിരിക്കും. കോഡേറ്റ്സിൻ്റെ പ്രത്യേകത, കോഡേറ്റ്സിൻ്റെ ഹാർട്ടിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വെൻട്രലാണ്. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഹാർട്ടിൻ്റെ പൊസിഷൻ നമ്മൾ നോക്കിയാൽ മതി, അത് വെൻട്രൽ സൈഡിലാണ് വരുന്നത്. അപ്പോൾ കോഡേറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. presence of notochord at some stage of development. Then pharyngeal gill slits present at some stage of life. Then single dorsal and hollow nerve cord. Heart ventral in position. അപ്പോൾ ഇതാണ് കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ. അപ്പോൾ കോഡേറ്റ്സിൻ്റെ ഐഡൻറ്റിഫയിങ് ഫീച്ചേഴ്സ്, ആ ബേസിക് ബോഡി പ്ലാന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നോൺ കോഡേറ്റ്സ് മനസ്സിലാക്കിയെടുക്കുന്നതാണ് എളുപ്പം. അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ആ ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചേഴ്സ് എല്ലാം കിട്ടുമെന്നുള്ളതാണ്. കോഡേറ്റ്സിന് ഉള്ള കാര്യങ്ങളെല്ലാം നോൺ കോഡേറ്റ്സിന് ആബ്സെൻ്റ് ആയിരിക്കും. ഇനി കോഡേറ്റ്സിനെ അല്ലെങ്കിൽ നോൺ കോഡേറ്റ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് നോൺ കോഡേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഒന്ന് നോക്കാം. പല ഫൈലംസ് ആണ് നോൺ കോഡേറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഫൈലം പോരിഫെറ, പോരിഫെറയ്ക്കകത്ത് വരുന്നത് സ്പോഞ്ചസ് ആണ്. ദെൻ സീലൻഡറേറ്റ, അതിനകത്ത് വരുന്നത് ഫൈസാലിയ, ജെല്ലി ഫിഷ്, ഇതുപോലെയുള്ള മറൈൻ അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. ദെൻ പ്ലാറ്റി ഹെൽമിന്തസ്, അത് ഫ്ലാറ്റ് വേംസ് ആണ്. ദെൻ ആഷൽ മിന്തസ്, അത് റൗണ്ട് വേംസ് ആണ്. പാരസിറ്റിക് ഓർഗാനിസംസ് ആണ്, രണ്ട് കാറ്റഗറി, പ്ലാറ്റി ഹെൽമിന്തസും ആഷൽ മിന്തസും. പിന്നെയുള്ളത് ഫൈലം അനലിഡ, അതിനകത്ത് ഏറ്റവും സിഗ്നേച്ചർ ഓർഗാനിസം എന്ന് പറയുന്നത് എർത്ത് വേംസ്, ലീച്ച്, നീറിസ്, ഇതൊക്കെയാണ്. ദെൻ ഫൈലം ആർത്രോപോഡ, ആർത്രോപോഡയ്ക്കകത്ത് ഇൻസെക്ട്സ്, മില്ലിപ്പിഡ്, സെൻറ്റിപ്പിഡ്, സ്കോർപ്പിയോൺസ്, സ്പൈഡേഴ്സ്, ഇതുപോലുള്ള ഓർഗാനിസംസ് എല്ലാം അതിനകത്താണ് വരുന്നത്. ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ള ഓർഗാനിസംസ്. ദെൻ മൊളസ്ക, സോഫ്റ്റ് ബോഡീഡ് ഓർഗാനിസംസ് ആണ് മൊളസ്ക എന്ന് പറയുന്ന ആ ഫൈലത്തിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അതിനകത്ത് വരുന്നത് മസൽസ്, ക്ലാംസ്, ഇതുപോലുള്ള ഓർഗാനിസംസ് ആണ്. ദെൻ എക്കിനോ ഡെർമേറ്റ, സ്പൈനി സ്കിൻഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സീ സ്റ്റാർ, അതായത് സ്റ്റാർ ഫിഷ്, സീ ഓർച്ചിൻ, ഇതുപോലുള്ള ഓർഗാനിസംസ് ഒക്കെയാണ് എക്കിനോ ഡെർമേറ്റയിൽ വരുന്നത്. ദെൻ ഹെമി കോഡേറ്റ, അതൊരു ട്രാൻസിഷൻ സോൺ ആണ് ബിറ്റ്വീൻ നോൺ കോഡേറ്റ ആൻഡ് കോഡേറ്റ. അതിനകത്ത് വരുന്നത് ബാലനോഗ്ലോസസ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോൺ കോഡേറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ഫൈലംസ്. ഇനി കോഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് മേജർ സബ് ഫൈലംസ് ആണ് വരുന്നത്, പ്രോട്ടോ കോഡേറ്റയും വെർട്ടിബ്രേറ്റയും. ഈ പ്രോട്ടോ കോഡേറ്റയുടെ പ്രത്യേകത, അതിനകത്ത് അഡൽട്ട് സ്റ്റേജിലും ഈ നോട്ടോ കോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ റീറ്റെയിൻ ചെയ്തിരിക്കും. എംബ്രിയോണിക് സ്റ്റേജിലും കാണും, അഡൽട്ട് സ്റ്റേജിലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഗ്രൂപ്പാണ് പ്രോട്ടോ കോഡേറ്റ. പ്രിമിറ്റീവ് ആയിട്ടുള്ള കോഡേറ്റിൻ്റെ ഒരു സബ് ഫൈലമാണ് പ്രോട്ടോ കോഡേറ്റ. ഇനി അഡ്വാൻസ് ആയിട്ടുള്ള കോഡേറ്റ്സിൽ ഈ നോട്ടോ കോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ വെർട്ടിബ്രൽ കോളമായിട്ടാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെർട്ടിബ്രേറ്റയ്ക്ക് തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പല ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ
വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് എന്ന് പറയുന്നത് ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, പിന്നെ നമ്മളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മാമൽസ്, ഇതൊക്കെയാണ്. അപ്പോൾ കോഡേറ്റയുടെയും അതുപോലെ തന്നെ നോൺ കോഡേറ്റയുടെയും ഒക്കെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കോണ്ടസ്റ്റുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.